ജമ്മു കശ്മീരിൽ കേബിൾ കാറിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തി. ഗുൽമാർഗിലെ കേബിൾ കാറിലാണ് 300ഓളം വിനോദസഞ്ചാരികൾ കുടുങ്ങിയത്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, ഗുൽമാർഗിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ കേബിൾ കാർ. എങ്ങനെയാണ് ഈ 300ഓളം പേരൊക്കെ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ശ്രീജ, ഈ ഗുൽമാർഗ് ഗൊണ്ടോള കേബിൾ കാർ സർവീസിൽ ആണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിലൊരു സാങ്കേതിക തകരാറുണ്ടായത്. ഈ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന കേബിൾ കാറുകൾ പൊടുന്നതിന് നിശ്ചലമാവുകയായിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണമായി ഇപ്പോൾ സംശയിക്കുന്നത് അമിതഭാരം കയറ്റിയതാകാം. ചില കേബിൾ കാറുകളിൽ അമിതഭാരം കയറ്റുമ്പോൾ ഇതിൻ്റെ സർവീസുകളെ ഇത് ബാധിച്ചേക്കാമെന്നത് തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഏകദേശം 300ഓളം പേരാണ് ഈ സമയത്ത് വിവിധ കേബിൾ കാറുകളിലായി ഇതിലുണ്ടായിരുന്നത്, ഈ സർവീസുകളിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ശൃംഖലയെ ഒന്നാകെ തന്നെ ഇത് സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടുകൂടി പല കേബിൾ കാറുകളും ആകാശത്ത് തന്നെ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏകദേശം അരമണിക്കൂറോളം സമയം വേണ്ടി വന്നു ഇവരെ എല്ലാം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് എന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതോടൊപ്പം തന്നെ ഗവർണറുടെ ഓഫീസും അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ആർമിയും അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പോലീസും പ്രാദേശികമായിട്ട് ഈ ടൂർ ഓപ്പറേറ്റിംഗ് പ്രവർത്തനങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഗൈഡ് പോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തദ്ദേശീയരും ചേർന്നാണ് ഇവരെ താഴെ ഇറക്കിയിട്ടുള്ളത്. ഈ കാറുകളിൽ ഉണ്ടായിരുന്നവരെ ഈ കേബിളിലൂടെ തന്നെ ഉദ്യോഗസ്ഥരെത്തി ഡോറുകൾ സാങ്കേതികമായി തുറക്കാൻ സാധിക്കാതിരുന്ന ഡോറുകൾ തുറക്കുകയും തുടർന്ന് ഇവരെ റോപ്പ് ഉപയോഗിച്ച് താഴത്തെത്തിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു സീസൺ സമയമാണ്. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം മഞ്ഞുവീഴ്ചയും അതോടൊപ്പം തന്നെ ആളുകൾക്ക് വളരെ സുഖകരമായ ഒരു ക്ലൈമറ്റുമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ജമ്മു കാശ്മീരിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടാകാറുണ്ട്. ആൾത്തിരക്ക് കൂടിയത് കൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ ഉൾക്കൊള്ളിച്ച് കേബിൾ കാർ സർവീസ് നടത്തിയത്. എന്തെങ്കിലും തരത്തിൽ ഈ നടത്തിപ്പുകാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. ശ്രീജ, എത്രത്തോളം സമയം ഇവർ വിഷ്ണു അവിടെ കുടുങ്ങിക്കിടന്നു? ശ്രീജ, ഇവര് ഒരു 3:30 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി പുറത്തേക്ക് വിവരം ലഭിക്കുന്നത്. ഒരു പക്ഷേ അധികൃതർക്ക് അതിന് മുൻപ് ലഭിച്ചിട്ടുണ്ടാകാം. എന്നിരുന്നാലും 3 മണിക്ക് ശേഷമാണ് ഏകദേശം ഈ ഒരു സംഭവം ഉണ്ടായതായുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. തുടർന്ന് തന്നെ ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇത് പക്ഷേ വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ കേബിൾ കാറുകളിൽ കുടുങ്ങി പോവുക എന്ന് പറയുമ്പോൾ ഇവരുടെ ഈ കേബിൾ കാറുകളിലേക്ക് എത്താനുള്ള മാർഗം എന്ന് പറയുന്നത് ഇതേ റോപ്പ് തന്നെയാണ്. അത്തരത്തിലുള്ള റോപ്പുകളും അതോടൊപ്പം തന്നെ ഏണി പോലെയുള്ള സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയതിന് ശേഷമേ ഇവരുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവരെല്ലാം ആ കേബിൾ കാറിനുള്ളിൽ സുരക്ഷിതരായിരുന്നു. വേറെ രീതിയിലുള്ള ശ്വാസതടസ്സമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെട്ടത് കൊണ്ടുള്ള മറ്റ് അപകടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഏകദേശം അരമണിക്കൂറോളം വേണ്ടി വന്നു, അരമണിക്കൂറിലേറെ സമയം വേണ്ടി വന്നു ഈ മുഴുവൻ ആളുകളെയും താഴെ ഇറക്കാൻ. ഇത്തരത്തിലൊരു അപകടം ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാങ്കേതിക തകരാർ ഉണ്ടായ സമയത്ത് തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായി. അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയില്ല. ചില മലയാളികൾ ഇതിലുണ്ടെന്ന ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. ശരി, ഗുൽമാർഗ് ഗൊണ്ടോള എന്ന് അറിയപ്പെടുന്ന ഈ കേബിൾ കാർ സർവീസ് അവിടുത്തെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ്. ഈ സീസൺ ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും മനോഹരമായി ഈ സർവീസ് ആസ്വദിക്കാവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് യാത്രികരുണ്ടായിരുന്നു ഈ കേബിൾ കാർ സർവീസിൽ. സാങ്കേതിക പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് ഈ കാറുകൾ നിലച്ചു പോവുകയായിരുന്നു. തുടർന്നാണ് ഈ ദൗത്യം ആരംഭിക്കുന്നത്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ഈ കേബിൾ കാറുകളിൽ ഉണ്ടായിരുന്ന 300ഓളം വിനോദസഞ്ചാരികളെ വളരെ സേഫായി തന്നെ സുരക്ഷിതമായി താഴെ ഇറക്കി. അധികൃതർക്കൊപ്പം ഈ പ്രദേശത്തുള്ള ഇത്തരം സർവീസുകളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളും ഒക്കെ ചേർന്ന് ഈ കേബിൾ കാറുകളിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും സുരക്ഷിതരായി താഴെ എത്തിക്കുകയായിരുന്നു. ഈ നിലവിലെ സ്ഥിതിഗതികളെല്ലാം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചിട്ടുള്ളത്.
വിഷ്ണു തുടരുന്നുണ്ട്. വിഷ്ണു, നമുക്കറിയാം ഈ കേബിൾ കാർ സർവീസുകളൊക്കെ ഈ ഒഴിഞ്ഞ പ്രദേശത്തു കൂടിയൊക്കെ ആവും മിക്കവാറും കടന്നു പോവുക. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലും അത് മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഈ സർവീസ് അങ്ങ് നിലയ്ക്കുക എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പാനിക് സിറ്റുവേഷൻ ആണല്ലോ. ഈ വിവരം എങ്ങനെ അറിയിച്ചു കാണും? അത്തരത്തിലുള്ള പല ആശങ്കകളും വരുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് ആ തരത്തിൽ ഈ പ്രദേശത്തെക്കുറിച്ചൊക്കെ പുറത്തു വരുന്നത്? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേബിൾ കാർ കടന്നു പോകുന്നത് പ്രധാനമായും കാശ്മീരിൻ്റെ ഒരു ദൃശ്യ മനോഹാരിതയെല്ലാം വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രദേശത്ത് കൂടിയാണ്. അപ്പോൾ ഈ പലയിടങ്ങളിലും ചെങ്കുത്തായ മലമ്പ്രദേശങ്ങളാണ്. ഇവിടേക്ക് രക്ഷാദൗത്യത്തിനായി ആളുകൾക്ക് എത്തിച്ചേരുക എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ നേരിട്ടിരുന്ന പ്രധാന ഒരു തടസ്സം എന്ന് പറയുന്നത്. മലമുകളിലേക്ക് കയറുന്ന പലയിടങ്ങളിലും കല്ലുകളും അതോടൊപ്പം തന്നെ പാറക്കെട്ടുകളും ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതുവഴിയെല്ലാം കടന്നുപോയി വേണമായിരുന്നു ഈ രക്ഷാദൗത്യം ആളുകൾക്ക് എത്തിച്ചേരാനായിട്ട്. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒന്നിലേറെ കേബിൾ കാറുകളാണ് ഈ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സർവീസ് നടത്തുന്ന എല്ലാ കേബിൾ കാറും, അതായത് ഫേസ് 1 എന്ന് പറയുന്ന സെക്ടറിലെ എല്ലാ കേബിൾ കാറുകളും ഒരേ സമയത്ത് നിശ്ചലമാവുകയായിരുന്നു. ഇതിൻ്റെ കാരണമായിട്ട് ആദ്യം വിചാരിച്ചത് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് അല്ലെങ്കിൽ സാങ്കേതിക തകരാറാകും എന്നതായിരുന്നു. പക്ഷേ പിന്നീട് എല്ലാ കേബിൾ കാറുകളെയും ഇത് നിശ്ചലമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതോടുകൂടി സ്വാഭാവികമായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ ആളുകളൊക്കെ വലിയ രീതിയിൽ പാനിക് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ആശങ്കപ്പെടലിനിടയിലും കൃത്യമായി ഇത് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ അതിൽ കൃത്യമായി ഇടപെട്ടു. അത് കൃത്യമായി സംസ്ഥാന ദുരന്ത നിവാരണ സേനയെ ഉൾപ്പെടെ ഈ വിവരം അറിയിക്കാൻ സാധിച്ചു. അധികൃതരെ ഇത് അറിയിച്ചു. അതോടുകൂടി തന്നെയാണ് സ്വാഭാവികമായും സംസ്ഥാന ഭരണകൂടം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടത്. സ്വാഭാവികമായും 300-ലേറെ ആളുകൾ എല്ലാം വിനോദസഞ്ചാരികളാണ്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സാങ്കേതിക തകരാർ എന്നതിനൊപ്പം തന്നെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള അട്ടിമറി സാധ്യത ഉൾപ്പെടെ പരിശോധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഒരു വർഷം മുൻപാണ് നമുക്കവിടെ കുറച്ച് വിനോദസഞ്ചാരികൾക്ക് നേരെ ഈ ഭീകരാക്രമണം എല്ലാം ഉണ്ടായത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അടിയന്തരമായ ഇടപെടൽ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായി, സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും ഭാഗത്തു നിന്നുണ്ടായി. ഇവരെല്ലാം തന്നെ ഈ ഒരു കൃത്യമായ സാങ്കേതിക വിദ്യയുടെ എല്ലാം തന്നെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ രക്ഷാദൗത്യത്തിനായി അവിടേക്ക് എത്തുകയും തുടർന്ന് അല്പനേരത്തെ ശ്രമം അവർക്ക് വേണ്ടി വന്നു. എന്തായാലും ശ്രമഫലമായി തന്നെ ഈ കേബിൾ കാറിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും പുറത്തേക്ക് ഇറക്കാൻ അവർക്ക് സാധിച്ചു. പലർക്കും ഈ ഒരു ഭയപ്പാട് കൊണ്ടുണ്ടായ ചില നേരിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കാര്യമായ പ്രതിസന്ധികളോ ഇപ്പോൾ ഇല്ല. ഇനി എന്തായാലും ഇവരെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ബേസ് ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഇപ്പോൾ അടുത്ത ശ്രമം നടക്കുന്നത്. അതോടൊപ്പം തന്നെ വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഗുൽമാർഗ് ഗൊണ്ടോള എന്ന് പറയുന്നത് ജമ്മുകശ്മീരിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ ഒന്നാണ്. ഗുൽമാർഗിലേക്ക് എത്തുന്ന സഞ്ചാരികളെല്ലാം ഈ യാത്ര തിരഞ്ഞെടുക്കാറുണ്ട്. അവിടെയാണ് ഈ സീസൺ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്. ഈ കേബിൾ കാറുകൾ നിലച്ചു പോവുകയായിരുന്നു. കൂടുതൽ ആളുകൾ കയറിയതാണോ പ്രശ്നം എന്നൊക്കെ ദേശീയ മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും കുടുങ്ങിയ യാത്രക്കാരെ മുഴുവൻ സുരക്ഷിതരായി താഴെ ഇറക്കി കഴിഞ്ഞു. ഇപ്പോൾ അവരെല്ലാവരും സുരക്ഷിതരാണ്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്നതിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത്.